അമ്മേ ശരണം, ദേവി ശരണം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഉള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഭക്തജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വാക്കുകൾ അപ്രസക്തമാകുന്നൊരു വൈകാരിക മധ്യയാണ് ഞാനിന്ന് ദേവി സന്നിധിയിൽ നിൽക്കുന്നത്. അകം നിറയെ അമ്മയാണ് സാക്ഷാൽ ദേവി. പിന്നെ ഈയിടെ മാത്രം എന്നെ വിട്ടുപോയ എൻ്റെ സ്വന്തം അമ്മയുടെ നിറവാർന്ന ഓർമ്മകളും മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ്. എൻ്റെ അമ്മ ശ്രീയാറ്റുകാൽ ദേവിയുടെ കറങ്ങിയുള്ള ഒരു ഭക്തയായിരുന്നു. ജീവിച്ചിരുന്നെങ്കിൽ ഏറ്റവും സന്തോഷിക്കുക അമ്മയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എത്രയോ വർഷങ്ങൾ അമ്മ പൊങ്കാല സമർപ്പിച്ചു. ഏറെ ആരാധിക്കുന്ന ആറ്റുകാൽ അമ്മയുടെ തിരുമുറ്റത്ത് ഈ ചടങ്ങിൽ നിൽക്കുന്നത് സുഗമമായി തന്നെ അമ്മ കണക്കാക്കുമേ. നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ആറ്റുകാലൊരു വികാരമാണ്. ആറ്റുകാൽ പൊങ്കാല തലസ്ഥാനത്തിന്റെ തിരുവോണം. ഏതൊരു തിരുവനന്തപുരത്തുകാരനെ പോലെയും എന്റെ കൗമാരവും ആറ്റുകാല അമ്പല ദർശനവും പൊങ്കാല അനുഭവമായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ അന്ന് ആറ്റുകാൽ ക്ഷേത്രം ഇത്രയും വികസിച്ചു. തിരുമുറ്റത്തിൽ ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തിന്റെ വിസ്തീർണമേ ഉള്ളൂ. തൊട്ടുവശത്തുള്ള ദേവി കല്യാണ മണ്ഡപം പോലും പിന്നീടാണ് വരുന്നത്. ആദ്യം അതായിരുന്നു വാഹനങ്ങൾ നിർത്താനുള്ള ഇടമെന്നാണ് ഞാൻ നോക്കുന്നത്. ബാക്കി ചുറ്റുപാട് വയലുകളായിരുന്നു. പൊങ്കാല ദിവസമാകുമ്പോൾ ഈ ചുറ്റുപാട് മുഴുവൻ അടുപ്പുകളും ഭക്തരുമാകും. മുടവന് മുകളിൽ താമസിച്ചിരുന്ന ഞങ്ങൾ പൂജപ്പുരയിലൂടെയും കരമനയിലൂടെയും ആറ്റുകാലിലേക്ക് പോയിരുന്ന വിളക്ക് കെട്ട് ഘോഷയാത്രകൾ ഞങ്ങൾക്കതിന് ഉത്സവമായിരുന്നു. സപ്രമഞ്ജലിയിൽ ദേവി രൂപമുണ്ടാക്കി ചുമലിലേറ്റി ക്ഷേത്രത്തിലേക്ക് നെയ്യാണ്ടി മേളത്തോടെ ഗ്യാസ് ലൈറ്റുകളുടെ അകമ്പടിയോടെ ആനയിക്കുന്ന ഓരോ പ്രദേശത്തു നിന്നുള്ള ആഘോഷയാത്രകളെ തിരുവനന്തപുരത്തുകാർ എന്ന ചപ്രമേട് നല്ലത്ത് എന്നാണ് വിളിച്ചത്. സപ്രമഞ്ജലിന്റെ പ്രാദേശിക രൂപമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നത് വിളക്കുകെട്ട് എന്നാണ് അറിയപ്പെടുന്നത്. പൊങ്കാല മറ്റൊരു ആഘോഷമാകാൻ കാരണം പൊങ്കാലയുടെ തലേന്ന് കിഴക്കേക്കോട്ട ശ്രീ പത്മനാഭ തിയേറ്ററിലും വെള്ളിപ്പാലം ശിവ തിയേറ്ററിലും ഒക്കെ സെക്കൻഡ് ഷോയ്ക്ക് ശേഷം നടത്തിയിരുന്ന സ്പെഷ്യൽ തേർഡ് ഷോകളായി. മിക്കവാറും അത് ചിത്രങ്ങളൊക്കെ പുണ്യപുരാണ ചിത്രങ്ങളായിരുന്നു. പൊങ്കാലയ്ക്കായി വരുന്ന ഭക്തർക്ക് രാത്രി ഒന്നിച്ചിരിക്കാൻ ഒരു ലക്ഷ്യമിട്ടാണ് തിയേറ്ററുകൾ അന്ന് 3ാം ഷോ സംഘടിപ്പിച്ചത്. അങ്ങനെ എന്തെല്ലാം ഗ്രഹാതുര സ്മരണകളുണ്ട് നാട്ടുകാർ പൊങ്കാല.